സമകാലികതനും ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് കേരളത്തിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട KSEB കണക്ഷനുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് വേനൽ ചൂട് കൂടിയപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ വൈദ്യുതി ഉപയോഗം തുടർച്ചയായ ദിവസങ്ങളിൽ 10 കോടി യൂണിറ്റ് മറികടന്നിരിക്കുകയാണ്. ഇന്നലെ കേരളം ഉപയോഗിച്ചത് 10.035 കോടി യൂണിറ്റ് വൈദ്യുതിയാണ്. ഏപ്രിൽ 13-ന് 10.030 കോടി യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചു. പ്രധാന ജലവൈദ്യുതി പദ്ധതികളുടെ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ദിവസം തോറും 1% വീതം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കി അണക്കെട്ടിൽ ഇന്നലെ 36% വെള്ളമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് അത് 35% കുറഞ്ഞു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 28-ന് രേഖപ്പെടുത്തിയ 9.288 കോടി യൂണിറ്റ് എന്ന റെക്കോർഡാണ് 2 ദിവസങ്ങളിലായി മറികടന്നത്. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ ചൂടുകാലമായതുകൊണ്ട് തന്നെ വൈദ്യുതിയുടെ ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിലും സംഭവിക്കുന്ന കാര്യമാണ്. ഫാനും ബൾബും അത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഉപയോഗവും അതോടൊപ്പം തന്നെ AC-യും മറ്റുള്ള എല്ലാ ഉപകരണങ്ങളും ഈ ചൂടുകാലത്ത് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് KSEB മുന്നോട്ട് വെക്കുന്ന താരിഫ് സംവിധാനത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ചെറിയ ഉപയോഗം കൂടുന്നത് കൊണ്ട് തന്നെ താരിഫിൽ മാറ്റം വരാം. വലിയ രീതിയിലുള്ള വൈദ്യുതി ബില്ലാണ് നമ്മെ കാത്തു നിൽക്കുന്നത്. KSEB ബില്ലുകൾ കണക്ക് കൂട്ടുന്നത് ടെലിസ്കോപ്പിക് താരിഫ് സംവിധാന പ്രകാരമാണ്. ഇത് പ്രകാരം 0 മുതൽ 50 വരെ, 51 മുതൽ 100 വരെ, 150 വരെ, തുടർന്ന് 200 വരെ, പിന്നീട് 250 വരെ, ഇങ്ങനെ വ്യത്യസ്ത യൂണിറ്റുകൾക്ക് വ്യത്യസ്ത നിരക്കുകളാണ് ഈടാക്കുന്നത്. ഇതിലൊരു ഉദാഹരണം നോക്കുകയാണ് എങ്കിൽ 0 മുതൽ 50 വരെയുള്ള യൂണിറ്റാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 3.45 രൂപയാണ് ഈടാക്കുന്നത്. എന്നാൽ 201-നും 250-നും ഇടയിൽ വൈദ്യുതി ഉപയോഗിച്ചാൽ ഒരു യൂണിറ്റിന് 6 രൂപ 50 പൈസയാണ് ഈടാക്കുന്നത്. ഇത് ടെലിസ്കോപ്പിക് സംവിധാന പ്രകാരമാണ് ഈടാക്കുന്നത്. അതായത് ആദ്യത്തെ 50 യൂണിറ്റിന് ഞാൻ പറഞ്ഞ നിരക്ക്, പിന്നീട് വരുന്ന ഓരോ 50 യൂണിറ്റിനും വ്യത്യസ്ത നിരക്കുകൾ, അങ്ങനെ 250 വരെയുള്ള യൂണിറ്റുകൾക്കാണ് ഇങ്ങനെ നിരക്ക് ഈടാക്കുന്നത്. എന്നാൽ 250 യൂണിറ്റിൻ്റെ മുകളിലാണ് നിങ്ങളുടെ വൈദ്യുതിയുടെ ഉപയോഗം പോകുന്നത് എങ്കിൽ പിന്നീട് നോൺ ടെലിസ്കോപ്പിക് റേറ്റിംഗ് ആണ് ഈടാക്കുന്നത്. അതായത് ഉപയോഗിച്ച എല്ലാ വൈദ്യുതിക്കും നിങ്ങൾ ഒരേ നിരക്ക് കൊടുക്കേണ്ടി വരും. ഇനി ഒരാൾ 500 യൂണിറ്റിന് മുകളിൽ ഉപയോഗിച്ചു എന്ന് കരുതുക. അദ്ദേഹം 6 രൂപ 90 പൈസ നിരക്കിൽ വൈദ്യുതിക്ക് നൽകേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള താരിഫ് മാറുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ വൈദ്യുതി ബില്ലിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കൃത്യമായ ശ്രദ്ധയോടുകൂടി വൈദ്യുതി ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇല്ല എങ്കിൽ വരുന്ന മാസങ്ങളിൽ നിങ്ങളെ കാത്തു നിൽക്കുന്നത് കണ്ടാൽ പേടിക്കുന്ന തരത്തിലുള്ള വൈദ്യുതി ബില്ലായിരിക്കും. വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മാർച്ച് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാനും അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ വിട്ടുപോകരുത്.